നമ്മുടെ ഹസ്കർജി പറഞ്ഞല്ലോ, ഈ ഗുരുവിനെ പൂജിക്കുക എന്നത് വ്യക്തിപരമാണ്, സ്വകാര്യതയാണെന്ന് പറഞ്ഞില്ലേ. അങ്ങേയറ്റം തെറ്റാണ്. മാതാവ്, പിതാവ്, ഗുരു, ദൈവം നിങ്ങൾ വിട്ടോളൂ. ഇവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. അത് സ്വകാര്യമായിട്ട് കാണേണ്ടതല്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ വിദ്യാനികേതൻ സ്കൂളില് കുറെ കാലം വർക്ക് ചെയ്ത ഒരു അധ്യാപകൻ എന്ന നിലയിൽ രണ്ട് തരത്തിലെ പൂജ അവിടെ നടക്കുന്നുണ്ട്. മാതൃപൂജയും നടക്കുന്നുണ്ട്, ഗുരുപൂജയും നടക്കുന്നുണ്ട്. മാതൃപൂജ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ സ്ഥാനത്ത് അവരുടെ അച്ഛന്മാരിരുന്ന അവരെയും പൂജിക്കും. അതൊരു വളരെ പവിത്രമായൊരു ചടങ്ങാണ്. അത് BJP-കാരനാണെങ്കിൽ എന്റെ മക്കളാണെങ്കിലും അതെ, എല്ലാവരെയും പൂജിക്കും. അവിടെ കാണുന്നത് സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഈശ്വര തുല്യമായി കാണുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല, തെറ്റ്. രണ്ട്, ഗുരുപൂജ. ഓർക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലുള്ള ഗുരു വയറെല്ലാം വലിയ വയറുള്ള കണ്ടിയായിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ മനസ്സിലെ ഗുരു. ഓർക്കുക, ത്രേതായുഗത്തിലെ ഗുരു ദക്ഷിണാമൂർത്തിക്ക് എന്താ പറയുക, പക്ഷികളും പറവകളും പാമ്പും എല്ലാമാണ് ഗുരു. അതായത് ഓരോന്നിലും ഇരിക്കുന്ന ചൈതന്യത്തിനെ അറിയുന്നവനാണ് ഗുരു. അത് മനുഷ്യൻ മാത്രമല്ല. ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിൽ ഗുരുത്വത്തെ കാണുക എന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഇതൊരു ആവറേജ് കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാവില്ല. ഇത് വേദകാലം മുതൽ ഇവിടെ നിൽക്കുന്ന പവിത്രമായ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നൃത്തം ചെയ്യുന്നവർ, സംഗീതം അഭ്യസിക്കുന്നവർ, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നവർ ആദ്യം ഗുരു, ഗണപതി, സരസ്വതി വന്ദനം ചെയ്യുകയാണ്. അത് അടിമത്തമാണെന്ന് നിങ്ങൾ വിശദീകരിക്കരുത്. അതുപോലെ തന്നെ ആറബിയിലും കലാമണ്ഡലത്തിലും സംഗീത കോളേജിലും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് തുടങ്ങുമ്പോൾ ഗുരുവിനെയും ഒക്കെ വണങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. നാളെ നിങ്ങൾ തിട്ടൂരം കൊണ്ടുവരരുത്. നിങ്ങൾക്ക് പ്രാകൃതമായ കൾച്ചർ ഉണ്ട് എന്ന് വിചാരിച്ച് അത് ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മഹത്തായ ലോകം ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ദൗർഭാഗ്യവശാൽ നിങ്ങൾക്കത് അറിയില്ല എന്ന് മാത്രമല്ല, ലോകത്തിലെ എല്ലാത്തിനെയും നെഗറ്റീവ് കാണുന്ന ഒരു പാരമ്പര്യം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. മറ്റൊരു കാര്യം, ഈ കാണിക്കുന്നത് എന്ത് മാതൃകയാണെന്നൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ ഇവരുടെ ഏത് നേതാവാണ് ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാതൃക എന്ന് പറയാൻ സാധിക്കുമോ? ഈ MA ബേബി മുതൽ താഴോട്ട് ഇങ്ങോട്ട് വന്ന എല്ലാവരും, അവരുടെ എല്ലാവരുടെയും പിന്നാമ്പുറ കഥകള് അങ്ങാടിപ്പാട്ടാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാം മാതൃക ഏറെ ചർച്ച ചെയ്തതാണ്. പിന്നെ ശിവൻകുട്ടിയെ എന്ന് പറയുന്ന മാന്യദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആകുന്നത് വലിയ ഒരു അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ C. രവീന്ദ്രനാഥ് എന്ന് പറയുന്ന, രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, അദ്ദേഹത്തെ ഗളഹസ്തം ചെയ്ത് കയറിക്കൂടിയേക്കുന്നതാണ്. ഇത് തന്നെയാണ് സന്ദേശം എന്ന് പറഞ്ഞാൽ. ഈ സന്ദേശം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ് എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ വാള് താഴെ വെച്ചേ പറ്റൂ. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഭാരതത്തെ അവമതിപ്പോടുകൂടി കാണുന്നതായ കൾച്ചർ നിങ്ങൾ ഇല്ലാതാക്കണം. ഭാരതത്തെ മനസ്സിലാക്കണം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ളത് ആത്മാർത്ഥതയോടുകൂടി ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് അസ്കർ, ഒരു മിനിറ്റ്. അല്ല, അന്നന്റെ ഇതില് ഗുരുപൂജയെ സ്വകാര്യ ചടങ്ങാക്കി മാറ്റണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ ഗുരുവിന് സ്ഥാനം ഉണ്ടാവണം. ആ ഗുരുവിനെ വന്ദിക്കണം, ഒരു സംശയം വേണ്ട. അത് വന്ദിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളെ നിർബന്ധിതമായി പാദപൂജ പാടില്ല. അല്ല, വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിത പാദപൂജ ചെയ്യിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. അത് വിദ്യാലയങ്ങളിൽ പാടില്ല. മാത്രമല്ല, അവിടെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ലെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധിത പ്രവർത്തനമായി തന്നെയാണ് കാണേണ്ടത്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറഞ്ഞതായിട്ട് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. പരാതി പറയണമെന്നില്ല. കുട്ടികൾക്കെതിരെ ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം നടക്കുമ്പോൾ കുട്ടികൾ പരാതി പറഞ്ഞിട്ട് മാത്രമാണോ അത് കണ്ടെത്തുന്നത്? കുട്ടികൾ പറഞ്ഞില്ലല്ലോ, രക്ഷിതാക്കളെങ്കിലും പറയില്ലേ? അത് പൊതുസമൂഹം കൃത്യമായി ബോധ്യപ്പെടും. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. മാത്രമല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നങ്ങൾ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ചടങ്ങുകൾ, ആചാരങ്ങൾ
അനുഷ്ഠാനങ്ങൾ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോ സയന്റിഫിക് ടെമ്പർ മാറുന്ന ഒരു കാര്യങ്ങളും വിദ്യാലയങ്ങളിൽ ചെയ്യാൻ പാടില്ല. അപ്പോ ഇവിടെ ശാസ്ത്രീയ യുക്തിക്കെതിരായിട്ടുള്ള കാര്യം കഞ്ചാവാം വിദ്യാർത്ഥികളെ നിർബന്ധിതമായി ചെയ്തു എന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. കഞ്ചാവൊക്കെ വളരെ ലളിതമായിട്ടുള്ളതല്ലേ, ഇപ്പം മൊത്തം രാസലഹരിയല്ലേ സർ? അതല്ലേ ഇവരുടെ മുഖമുദ്ര.